ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻകാർ ഉണ്ടാക്കിയ ഗുഹയാണ്. ജപ്പാൻ ഗുഹ എന്നാണ് ഇതിനറിയപ്പെടുക. Okay, like this, yeah. This tunnel open probably about 1.5 kilometer. 1.5 kilometer 1.5 kilometer. down. Yeah, down. We start from here now, yeah. This step until here, and then all flat. So in down, you can see like this. Okay. 21 room. 6 tunnel for ammunition. Ammunition gun. Ammunition. Okay. Yeah. 6 tunnel for ammunition. Okay. This for escape. For running Japanese army here. Okay. 2 for dining room. Okay. This one for meeting. Okay. And this barak. You know barak? For sleeping. എത്ര സ്റ്റെപ്പ് ഉണ്ട് എണ്ണി വെക്കണം. ഈ ഗുഹക്കുള്ളിൽ ഞങ്ങൾ രണ്ടാൾ മാത്രമുണ്ട് ഇപ്പോൾ, ആരുമില്ല. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അങ്ങനെ എത്തി. ഇതാ പോകുന്നു. ഇനിയും നടക്കാനുണ്ട് സഹോദരൻ. ഇവിടെ അവരുടെ അന്നുണ്ടാക്കിയ ജയില്, പിന്നെ അന്നുണ്ടാക്കിയ മറ്റേ പറയണ്ടേ, പിന്നെ അന്നത്തെ അവരുടെ കിടക്കുന്ന സ്ഥലം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഭൂമിൻ്റെ അടിയിൽ. ഇപ്പോഴൊന്നല്ല, 1940 മുമ്പ് ഉണ്ടാക്കിയതാണെന്നല്ല. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പോകാൻ പറ്റിയേക്കാട്ടില്ലേ? ഞാൻ ചെയ്ത് പോവുകയാണ്. നമ്മളെ സമയത്ത് ഉണ്ടാക്കിയില്ലേ, ശരിയല്ലേ? ഇത് കണ്ടപ്പോൾ മോശമായി ഒന്നുമില്ലാന്ന് തോന്നുന്നല്ലേ? പക്ഷെ അത് പ്രകൃതിപരമായിട്ടുണ്ടായതാണ്. ഇത് അറിയാത്ത പോലെ അതാ. അടുത്ത ജയിലിൻ്റെ അറ. ആ ഗുഹ കുറേ അങ്ങോട്ട് ഉണ്ട്. നമുക്ക് ഇറ്റത്ത് അങ്ങോട്ട് ക്യാമറയിൽ ശരിക്കും കാണാത്തതാണ്. കുറേ ഉണ്ട്. അങ്ങനെ പോകുന്ന ഗുഹൻ്റെ ഉള്ളിൽ നിൽക്കും. ഇങ്ങടെ ഒരു ഭാഗം അങ്ങനെ പോണതാ, ഇങ്ങനെ പോണതാ ഒരു ഭാഗം. വൈ അല്ല ഭാഗം. ഞങ്ങൾ വലതു ഭാഗത്തേക്കാണ് തിരിഞ്ഞത്. അത് അടുത്തത് അങ്ങോട്ട്. ഇത് പകലും ഇതേ വെളിച്ചുണ്ടാവുള്ളൂ. ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിലല്ലേ? അടുത്തതാ. ഇതെങ്ങനെ ഉണ്ടാക്കലല്ലേ? ജപ്പാൻകാരെ തല എത്ര അല്ലേ? പാറ ഉണ്ടോന്നല്ലേ? പാറ. ജയിലിൻ്റെ കമ്പിയൊക്കെ കണ്ട എന്താ കട്ടി. ഇങ്ങോട്ട് നോക്ക്, ഈ ജയിലിൻ്റെ കമ്പിൻ്റെ കട്ടി ഇതുണ്ടാ. ജപ്പാനും ജർമ്മനി ഇറ്റലിയൊക്കെ ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ അവർ ഇവിടെയൊക്കെ ആക്രമിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ അവരുടെ പട്ടാളക്കാർക്ക് താമസിക്കാൻ കൂടി അവർ ഭൂമി കടിയിലുണ്ടാക്കിയ ഗുഹയാണ്. ഇതിൽ തന്നെയാണ് അവർ യുദ്ധത്തടവുകാരെ പിടിച്ച ആൾക്കാരെ ഇതേമാതിരി ജയിലിലിട്ടിട്ട് ചെയ്യുന്നതും ഇതേമാതിരി. ഇതുണ്ട് അങ്ങനെ വന്നിട്ട് ഇരുട്ടാണ് മക്കളെ. അവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്. പുറത്ത് വന്നു ഗൈസ് ഞങ്ങൾ.